മരുന്നുകൾ വാങ്ങിയതിന്റെ പണം ആവശ്യപ്പെട്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മരുന്ന് കമ്പനികളുടെ കുടിശ്ശിക തീർത്തില്ലെങ്കിൽ പ്രതിസന്ധിയാകുമെന്ന് ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകി KMSEL MD ഡോക്ടർ വിനയ് ഗോയലാണ് കത്ത് നൽകിയത്. ധനവകുപ്പ് അനുകൂല നിലപാട് സ്വീകരിക്കാതെ വന്നതോടെയാണ് ചീഫ് സെക്രട്ടറിയെ സമീപിച്ചിരിക്കുന്നത്. ബ്രേക്കിംഗ് വിവരങ്ങളുമായി ശാലിനി ചേർന്നുണ്ട്. ശാലിനി, ഈ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിനുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ജനങ്ങൾക്ക് ഒരുക്കി കൊടുക്കാൻ സർക്കാരിന് കഴിയുന്നില്ല. അതിൽ സർക്കാർ പൂർണ്ണ പരാജയമാണ് എന്ന് തെളിയിക്കുന്ന ചില വിവരങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നതല്ലേ. കാരണം മരുന്നുകൾ വാങ്ങിയതിൻ്റെ പണം ആവശ്യപ്പെട്ട് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ മുന്നോട്ട് വന്നിട്ട് പോലും ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ സ്ഥിതി വളരെ മോശമെന്ന് തന്നെ പറയാൻ സാധിക്കും, അല്ലേ? ദേവിക സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കം നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഒരു ഭാഗത്ത് സർക്കാർ ആർഭാടവും ധൂർത്തും തുടരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് മറുഭാഗത്ത് ഈ അവശ്യ വസ്തുക്കൾക്കും ഒപ്പം തന്നെ അവശ്യ സർവീസുകൾക്കും ഒക്കെ നൽകാൻ സർക്കാരിന്റെ പക്കൽ പണമില്ല എന്നുള്ള മുടന്തൻ ന്യായം നാളുകളായി അവർ പറയുകയും ചെയ്യുന്നത്. ഇതിന്റെ ഭാഗമായിട്ടൊക്കെ തന്നെ വേണം ഈ ഒരു വാർത്തയെ നമ്മളിപ്പോൾ കാണാൻ. സംസ്ഥാനത്ത് മരുന്നുക്ഷാമം അതിരൂക്ഷമാകുന്ന സാഹചര്യങ്ങൾ പല ഘട്ടങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ചില അവശ്യ മരുന്നുകളടക്കം കിട്ടാത്ത സാഹചര്യങ്ങളുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് നിരന്തരമായി സർക്കാരിന് മരുന്ന് നൽകിയ KMSEL ഇത്തരത്തിൽ നൽകിയ മരുന്നിന്റെ പണം ആവശ്യപ്പെട്ടുകൊണ്ട് ധനവകുപ്പിനെ സമീപിക്കുന്നത്. നിരന്തരം ധനവകുപ്പിനെ കത്തുകളിലൂടെയും നേരിട്ടുമൊക്കെ സമീപിച്ചിട്ടും ആ കുടിശ്ശിക തുക നൽകാത്ത സാഹചര്യത്തിൽ കൂടിയാണ് അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെ KMSELന്റെ ഡയറക്ടർ എത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ KMSELന്റെ MD ചീഫ് സെക്രട്ടറിക്ക് കത്ത് നൽകിയിരിക്കുകയാണ്. കത്തിലെ ആവശ്യമെന്നുള്ളത് അടിയന്തരമായി വാങ്ങിയിട്ടുള്ള കുടിശ്ശിക പണം അനുവദിക്കണം, ഇല്ലെങ്കിൽ മരുന്ന് നൽകുന്നതടക്കമുള്ള കാര്യങ്ങൾ നിർത്തിവെക്കുമെന്നുള്ള ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഏകദേശം 500 കോടിയിലധികം രൂപ കുടിശ്ശിക വന്നപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് 116 കോടി അനുവദിക്കുകയും ധനവകുപ്പ് ചെയ്തിരുന്നു. ഈ ഘട്ടത്തിൽ ഈ ഒരു ചെറിയ തുക മാത്രം നൽകിക്കൊണ്ട് പ്രശ്നപരിഹാരം നടത്താൻ കഴിയില്ല, അല്ലെങ്കിൽ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് KMSEL പറയുന്നത്. ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ അടിയന്തരമായി ഈ പ്രതിസന്ധി പരിഹരിക്കണമെന്നൊരു ആവശ്യം സർക്കാരിന് മുൻപാകെ വെക്കുകയും ചെയ്തിട്ടുള്ളത്. പല ഘട്ടങ്ങളിലും അത് മരുന്നുക്ഷാമം മാത്രമല്ല, KSRTC ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് വിവിധ മേഖലകളിലായിക്കോട്ടെ ഇത്തരത്തിൽ പണം ആവശ്യപ്പെടുമ്പോൾ ധനവകുപ്പ് സ്ഥിരമായി പറയുന്ന പല്ലവിയാണ് ധനവകുപ്പിന്റെ പക്കൽ പണമില്ല, സാമ്പത്തിക ഞെരുക്കമുണ്ട്, സാമ്പത്തിക പ്രതിസന്ധി കാരണമാണ് പണം നൽകാത്തത്. പക്ഷേ മറ്റ് രീതിയിലുള്ള ആർഭാടങ്ങൾ സർക്കാർ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് പ്രശ്നപരിഹാരം അടിയന്തരമായി പരിഹരിക്കണം, ഇല്ലെങ്കിൽ മരുന്ന് നൽകുന്നത് നിർത്തിവെക്കുന്ന കടുത്ത നടപടിയിലേക്ക് തങ്ങൾ നീങ്ങുമെന്നുള്ള സൂചന കൂടി ഇവർ നൽകുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷേ സംസ്ഥാനത്ത് നമുക്കറിയാം നിലവിൽ ഡെങ്കിപ്പനി, ഒപ്പം തന്നെ വിവിധ രീതിയിലുള്ള പനികൾ അടക്കമുള്ളവ പിടിമുറുക്കുന്ന സാഹചര്യം, ഒപ്പം തന്നെ അത്യാവശ്യ അസുഖങ്ങൾക്ക് പോലും മരുന്ന് കിട്ടാത്ത ക്ഷാമത്തിലേക്ക് സാഹചര്യം ഗുരുതരമായി പോകുമെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഈ ഘട്ടത്തിൽ സർക്കാരിന് മുൻപിലേക്ക് ഇവർ വെക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനോട് ഏത് തരത്തിലുള്ള നടപടി ഇനി സർക്കാർ തലത്തിൽ എടുക്കും, ചീഫ് സെക്രട്ടറി എന്ത് നിലപാട് ഇതിൽ എടുക്കും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഈ നിലവിലെ പ്രതിസന്ധി അടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ജനം TV അടക്കം വാർത്ത നൽകിയ പശ്ചാത്തലത്തിലാണ് 116 കോടി രൂപ അന്ന് ധനവകുപ്പ് അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം 1 രൂപ പോലും അനുവദിക്കാത്ത സാഹചര്യത്തിൽ കൂടിയാണ് കടുത്ത നിലപാട് ഇപ്പോൾ മെഡിക്കൽ കോർപ്പറേഷൻ സ്വീകരിക്കുകയും ചെയ്യുന്നത്. ദേവിക. റൈറ്റ്. തിരുവനന്തപുരത്ത് നിന്ന് ചേർന്നത് ശാലിനി.